വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റീവ് റുട്ടീനാണ് കേട്ടോ, ഹോളിഡേ റുട്ടീൻ. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് വീഡിയോ ചെയ്യണമെന്നറിയാം. എന്താണെന്ന് വെച്ചാൽ ബിസി ഷെഡ്യൂൾ, എക്സാംസൊക്കെ കഴിഞ്ഞ് PTA മീറ്റിംഗ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറേ പേര് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാൻ പറയുന്നുണ്ട്. നമ്മൾ സൂൺ ചെയ്യുന്നതായിരിക്കും സ്റ്റഡി വ്ളോഗ്സൊക്കെ. അപ്പം ഇനി ഓൺ എക്സാമാണ് അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ശേഷം ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് എഴുതി വെച്ചിട്ടുണ്ട് സ്റ്റിക്കി നോട്ട്സിൽ. ആൻഡ് വീക്കെൻഡിൽ ചെയ്യാനുള്ള കാര്യങ്ങളിൽ എന്തൊക്കെ ചെയ്തെന്നൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം ഫുട്ബോൾ വേൾഡ് കപ്പ് ഇന്ന് അടിച്ചത് നമ്മുടെ സ്പെയിനാണ്. അർജൻറ്റീന തോറ്റതിൽ നല്ല വിഷമമുണ്ട്. അതിനുശേഷം എന്താ ചായയൊക്കെ കുടിക്കുകയാണ്. അതിനുശേഷം ഒന്ന് ലേറ്റായിട്ടാണ് എണീറ്റത്. അപ്പോൾ അതിനുശേഷം ഞാൻ പിന്നെ വാട്ടർ ബോട്ടിലിൽ വെള്ളമൊക്കെ നിറച്ച് വെച്ചു. ഈ വാട്ടർ ബോട്ടിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ല അഫോർഡബിളാണ്. ഞാൻ പറ്റുമെങ്കിൽ ലിങ്ക് കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ആൻഡ് ഈ ഒരു ബണ്ണി നമ്മൾ ഈയിടയ്ക്ക് ഉണ്ടാക്കിയതാണ്, ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ആൻഡ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു ഡെസ്ക് റീസെറ്റ് എന്ന പോലെ കുറച്ച് വാളിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയതിന് ശേഷം നമ്മളൊന്ന് ഇതേപോലെ പോസ്റ്റേഴ്സൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ആൻഡ് താഴെയുള്ള കുറേ സ്റ്റിക്കി നോട്ട്സൊക്കെ ഇടയ്ക്ക് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്തും കൂടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഡെസ്ക് മേക്കോവറൊക്കെ എക്സാംസിന് മുമ്പ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര പ്രൊഡക്റ്റിവിറ്റി ആയിരിക്കും പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നല്ല പ്രൊഡക്റ്റിവിറ്റി ആയിട്ട് നല്ല പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് സ്റ്റഡി ഏരിയ ഉണ്ടെങ്കിൽ അത് അവിടെ ട്രൈ ചെയ്യുക. ഡെസ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ആയാലും മതി കേട്ടോ. നിങ്ങൾ എവിടെയാണോ പഠിക്കാതിരിക്കണം അവിടെ ട്രൈ ചെയ്താൽ മതി. അടുത്തതായിട്ട് ഞാൻ ഫ്ലവർ പണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് നല്ല സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു ക്യൂട്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ തന്നെ ഒരു ഗ്രീൻ കളർ പേപ്പർ എടുത്തതിന് ശേഷം ഒന്ന് ചുരുട്ടി ഒരു സ്റ്റിക്കാക്കി എടുക്കുക. അത് 3 എണ്ണം, നിങ്ങൾക്ക് എത്ര ഫ്ലവേഴ്സ് വേണോ അത്ര എടുക്കുക. എന്നിട്ടൊരു വൈറ്റോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുത്തിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്ത് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഫോൾഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ആ ഒരു തുമ്പ് ഭാഗം ഇങ്ങനെ ഒരു കർവ് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അറ്റത്തൊരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയാൽ മതി കേട്ടോ. ഇപ്പം നമ്മൾ ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ആ ഒരു സ്റ്റിക്കിലോട്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കയറ്റി കൊടുക്കുക. കയറ്റിയതിന് ശേഷം കുറച്ച് പശ വെച്ച് അവിടെ സൈഡിൽ തേച്ചതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഒട്ടിച്ചു കൊടുത്താൽ മതി. നല്ല അടിപൊളി റോസ് ഫ്ലവേഴ്സ് പോലെ ഉള്ളൊരു ഫ്ലവർ കിട്ടും. അപ്പോൾ ഇത് 3 അതേപോലെ കയറ്റുക. ഒരെണ്ണം ഒട്ടിച്ചതിന് ശേഷം അടുത്ത് ഒട്ടിക്കാൻ പാടുള്ളൂ കേട്ടോ. ഇതേപോലെ നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ 3 പേപ്പർ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇതേപോലെ ഞാൻ 3 ഫ്ലവേഴ്സും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനിത് 3 ഫ്ലവേഴ്സാണ് ഉണ്ടാക്കിയെടുത്തത്. എന്നിട്ട് ആ ഒരു ഫ്ലവർ പോട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയില്ല വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നേരെ ഡെസ്ക് മേക്കോവറിലോട്ട് കിടക്കാം. ചെറിയതായിട്ട് മേക്കോവറേ ഉള്ളൂ, വലുതായിട്ടൊന്നുമില്ല. പുതിയ പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യില്ല, ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. ഡെസ്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോരോ സാധനങ്ങളായിട്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. ആദ്യം ഒരു ബുക്ക് ഹോൾഡറാണ് വെച്ച് കൊടുക്കുന്നത്. അതിന് ശേഷം ഒരു ഓർഗനൈസർ വെച്ച് കൊടുക്കുന്നുണ്ട്. അതും നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. ആൻഡ് പിന്നെ നമ്മളൊരു പെൻ സ്റ്റാൻഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കലണ്ടർ, അങ്ങനെ ഓരോരോ സാധനങ്ങളായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ.
ഏകദേശം എല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഫൈനൽ ലുക്ക് കണ്ടാലോ. ഇതാണ് നമ്മുടെ ഡെസ്ക് മേക്ക് ഓവർ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡെസ്ക് മേക്ക് ഓവർ. അപ്പോൾ ചെറിയൊരു റീഅറേഞ്ചിനൊന്നും പറയാം കേട്ടോ. ബുക്കൊക്കെ വെക്കണ ഏരിയ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം അപ്പോഴേക്കും 4 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ലിറ്റിൽ ഹാർട്ട്സോ അങ്ങനെ എന്താ പറയുന്നത് ഒരു ബിസ്ക്കറ്റൊക്കെ കഴിച്ചതിന് ശേഷം പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി. അതിനുശേഷം ഞാൻ ലേസ് കഴിച്ചു കേട്ടോ. ലേസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കഴിച്ചു. പിന്നെ സ്റ്റിക്കി നോട്ടിൽ ചെയ്ത കാര്യങ്ങളിലൊക്കെ അത് ടിക്ക് ചെയ്ത് കൊടുത്തു. ഇനി 2 കാര്യങ്ങളും കൂടി ഉണ്ടായിരുന്നുള്ളൂ. ഹിസ്റ്ററി പഠിക്കാനും പിന്നെ മാത്സ് പഠിക്കാനുമായിരുന്നു. അപ്പോൾ അതും കൂടി ചെയ്ത് അതിനുശേഷം ഇരിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഒരു 7 മണിയായിട്ടുണ്ടായിരുന്നു. ഫ്രഷപ്പൊക്കെ ആയതിനു ശേഷം അത്രയും നേരം ഞാൻ വെറുതെ ഫോണിലൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ വീണ്ടും വെള്ളമൊക്കെ നിറച്ചതിന് ശേഷം പ്ലാനർ എടുത്ത് പ്ലാൻ ചെയ്യായിരുന്നു. ഈ പ്ലാനറിൻ്റെ വീഡിയോ ഞാൻ വേണമെങ്കിൽ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അപ്പം നമ്മുടെ PT മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു എൻ്റെ മാർക്ക് വന്നിട്ട്. 1 A+ഉം 2 Aയും 2 B+ഉം 3 Bയും 1 C+ഉം ആയിരുന്നു. C+ വരരുതെന്നുണ്ടായിരുന്നു, പക്ഷെ വന്നു കേട്ടോ. ബാക്കി എല്ലാത്തിനും Aയും Bയും പ്ലസ്സൊക്കെ ഉണ്ട്. കുഴപ്പമില്ലാത്ത മാർക്കാണ്. ഇനി ഓൺ എക്സാമിന് Aയും Bയും മാത്രമാക്കാൻ വേണ്ടി ശ്രമിക്കണം. അതായത് A+ഉം B+ മാത്രമാക്കാൻ വേണ്ടി ശ്രമിക്കാം. പ്ലാനർ എടുത്ത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ളതും കൂടി. അതിനുശേഷം എനിക്ക് തന്നെ ഒരു ന്യൂസ് റിപ്പോർട്ട് എഴുതാനുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എനിക്ക് അസംബ്ലിയിൽ പറയാനുണ്ടായിരുന്നു നാളത്തേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതും ഞാനാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ന്യൂസ് റിപ്പോർട്ട് എഴുതണമായിരുന്നു. അപ്പോൾ അത് എഴുതാൻ വേണ്ടിയിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ലിങ്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കുറേ പേര് സ്റ്റഡി വ്ളോഗ്സൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ന്യൂസ് റിപ്പോർട്ട് എഴുതുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ബിക്കോസ് ഞാൻ ഫോൺ നോക്കിയാണല്ലോ എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കുറേ പേര് കമൻറ്റ് ചെയ്തു എന്താണ് ഇത്ര ലേറ്റ് ആയത് വീഡിയോ ഇടാൻ എന്നുള്ളത്. എനിക്ക് കുറേ ബിസി ഷെഡ്യൂൾ ആൻഡ് എക്സാംസൊക്കെ കഴിഞ്ഞ് PT മീറ്റിംഗ് അങ്ങനെയുള്ള തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനി വീഡിയോസ് ഇടാൻ ശ്രമിക്കാം, റെഗുലറായിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ എന്ത് വേണമെന്നും കൂടി നിങ്ങൾ സജഷൻ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.